morning, students. നമുക്ക് ചെയിൻ റൂളിലെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. Suppose that z is equal to f of xy is differentiable at the points 4, 8. With fx 4, 8 is equal to 3, fy 4, 8 is equal to -1. If x is equal to t square, y is equal to tq. Find dz by dt when t is equal to 2. അപ്പോൾ dz by dt നമുക്ക് t equal to 2 ആവുമ്പോൾ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? z containing two variable x and y, and x in terms of t alone, y in terms. അപ്പോൾ ഈ ചെയിനിൽ നോക്കിയിട്ട് നമ്മൾ dz by dt യുടെ ഫോർമുല എഴുതുക. dz by dt എന്താണ്? dz by dt യുടെ ഫോർമുല dou z by dou x into dx by dt. എന്താണ് ഡോ എടുക്കാൻ കാരണം? z containing two independent variable x and y. അപ്പോൾ നമ്മൾ y നെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് x നെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou z by dou x into dx by dt പ്ലസ് ഇവിടെ എന്താണ് കിട്ടുന്നത്? dou z by dou y into dy by dt. ഈ dou z by dou x is also known as fx into dx by dt എന്താണ്? ഈ x നെ നമ്മൾ t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t പ്ലസ് dou z by dou y എന്താണ്? fy. dy by dt എന്താണ്? y is equal to tq നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3t സ്ക്വയർ. ഇതാണ് dz by dt. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? dz by dt at t is equal to 2. t is equal to 2 ആവുമ്പോൾ dz by dt യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ fx 48 നമുക്ക് തന്നിട്ടുണ്ട്. fx 48 ന്റെ ആൻസർ എത്രയാണ്? 3 into 2 into t യുടെ വാല്യൂ എത്ര അവിടെ കണ്ടേ? 2 പ്ലസ് fy 48 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? -1 into 3 into t യുടെ വാല്യൂ എത്രയാണ്? t is equal to 2. അപ്പോൾ 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 2 6 6 12 -12. The answer will be 0. അപ്പോൾ dz by dt at t is equal to the answer will be 0 എന്ന് കിട്ടും. ആൻസർ is equal to എന്താണ്? 0. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീ നമ്മൾ വരച്ചു. z containing two independent variable x and y, y containing only t, x containing only t, y containing only t. ഇത് ഈ ചെയിൻ റൂൾ ചെയിൻ ഉപയോഗിച്ച് ട്രീ ഉപയോഗിച്ച് നമ്മൾ ഫോർമുല എഴുതി dz by dt is equal to dou z by dou x. എന്തുകൊണ്ടാണ്? z containing two independent variable. dou z by dou x into dx by dt plus dou z by dou y into dy by dt. ഇതിൽ dou z by dou x എന്ന് പറഞ്ഞാൽ എന്താണ്? fx ആണ്. dou z by dou y എന്ന് പറഞ്ഞാൽ എന്താണ്? fy ആണ്. dx by dt നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. t സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t t, t ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3t സ്ക്വയർ കിട്ടി. ഇനി t is equal to 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ fx നമുക്ക് തന്നിട്ടുണ്ട്, fy നമുക്ക് തന്നിട്ടുണ്ട്. t യുടെ വാല്യൂ നമ്മൾ 2 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? 12 minus 12 that is equal to 0. So the final answer will be 0. അപ്പോൾ ഇത് വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഓക്കെ, ശരി.